നമുക്കൊരു സിമ്പിൾ ഒരു കൂൺ കറി ഉണ്ടാക്കിയല്ലോ. വെറും കൂൺ കറിയല്ല, കൂൺ വറുത്തരച്ചത്. അതിനാദ്യം കുറച്ച് കൂണും പിന്നെ കുറച്ച് തേങ്ങ ഇലൊട്ടിലൊടുക്ക് സംഭവങ്ങളൊക്കെ വേണം. ഉള്ളത് പറയാലോ, എനിക്ക് ഈ സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. വേറൊന്നുമല്ല, ഈ സംഭവം ഇങ്ങനെ വറുത്തരച്ച് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തൊക്കെ എടുക്കണമല്ലോ തേങ്ങ. അതെനിക്ക് വല്ലാത്തൊരു മടി പിടിച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ സാധനം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? സോ തേങ്ങയിലേക്ക് കുറച്ച് ചെറുള്ളിയാണ് വേണ്ടത്. ചെറുള്ളി അതാണ് ഞാനിപ്പോൾ സവാള എടുക്കുന്നു. പിന്നെ ഈ സംഭവങ്ങളൊക്കെ അരിഞ്ഞ് മാറ്റി ഞാൻ അങ്ങനെ അതിനെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു പരിപാടി നോക്കാം. അതിനകത്തേക്ക് കുറച്ചൊന്ന് വരണ്ട് വരുമ്പോഴേക്കും, അതായത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും കുറച്ച് ജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല, ഞാൻ ചുമ്മിട്ട് കൊടുക്കാറുണ്ട്. ആ സംഭവം അവിടെ ഇരുന്ന് അങ്ങ് ഫ്രൈ ആവട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതേസമയം നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ അടുത്ത ചട്ടി വെക്കാം. ചട്ടി വെച്ച് കുറച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ആ അരിഞ്ഞ് വെച്ച് ലൊട്ടിലൊടുക്ക് സംഭവങ്ങളുണ്ടല്ലോ, അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് സംഭവങ്ങളൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. കുറച്ചല്ല, കുറച്ചധികം ഉപ്പിടുന്നുണ്ട്. കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ വെന്ത് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും അധികം ഇടുന്നുണ്ട്. ഇപ്പോഴേ ഫ്രൈ ആയി വന്ന ആ തേങ്ങയിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല സംഭവങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ ചിക്കൻ മസാല അല്ലെങ്കിൽ അങ്ങനത്തെ മസാലയാണ് ആഡ് ചെയ്യാറ്. ആ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ മസാലകളൊക്കെ ആഡ് ചെയ്യുന്നു. ഉള്ളത് പറയാലോ, ഇത് തട്ടിക്കുട്ടി കൂൺകറിയാണ് കേട്ടോ. കാരണം ഞാൻ ചിക്കൻ മസാലയിലിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കാറ്. ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്താവോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആ സെയിം മസാല ഐറ്റം ഞാൻ കുറച്ച് ആ ഉള്ളി വഴറ്റിയിട്ടില്ലേ, അതിനകത്തേക്കും ഞാൻ കുറച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കൂൺ അങ്ങനെ തന്നെ ഇട്ട് അങ്ങ് വേവിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റാണ് ഞാൻ കൂൺ ഏകദേശം ഇട്ട് വേവിക്കാറ്. അത്രയും സമയം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എനിക്കറിയാൻ പാടില്ല. ഞാൻ അത്ര സമയം എടുത്ത് വേവിക്കാറുണ്ട്. പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങാറുണ്ട്. അതവിടെ അങ്ങനെ ഇരുന്നങ്ങ് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആ അരപ്പ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അരച്ചങ്ങ് വെച്ചേക്കാം. സോറി, അരപ്പ് അരക്കണേൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. നേരെ മിക്സിലിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. പ്രത്യേകിച്ച് വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 20 മിനിറ്റ് വേവിക്കാൻ വിട്ടാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പൊക്കി നോക്കാറുണ്ട്. അങ്ങനെ വെന്തതിന് ശേഷം ഞാൻ ആ അരപ്പ് അങ്ങനെ തന്നെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അങ്ങ് തിളപ്പിച്ചതിന് ശേഷം അവസാനം ആകുമ്പോഴേക്കും ആ കറിവേപ്പില കാര്യങ്ങളൊക്കെ അങ്ങ് വിതറി അങ്ങിടും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലേക്ക് ഒരു സ്മെല്ലും ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കൂൺകറി റെഡി. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇതാരും ട്രൈ ചെയ്യാനായിട്ട് പോകണ്ട. ഇത് എൻ്റെ സങ്കല്പത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന കൂൺകറിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.